കണ്ണൂരിൽ നിന്ന് പിണക്കൊന്നുമില്ലല്ലോ. നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തൊടുപുഴ GTS സെന്ററിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സെന്ററാണ് കേട്ടോ തൊടുപുഴ. വളരെ മനോഹരമായ രീതിയിൽ മീറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനായിട്ടൊരു വലിയ ലെക്ചറിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഞാൻ GTSന്റെ സ്റ്റാർട്ടിങ് മുതൽ ഓൾമോസ്റ്റ് ഉണ്ട്. വളരെ ശ്രീമൻ സാറല്ലേ, എക്സലന്റ് പ്രസന്റേഷൻ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. എൻ്റെ പേര് വിജോഷ് മാത്യു എന്നാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. കേൾക്കുന്നില്ലല്ലോ അവിടെ? ശരി ശരി ശരി, ഓക്കെ. എൻ്റെ പേര് വിജോഷ് മാത്യു എന്നാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. തൊട്ട് മുമ്പ് സംസാരിച്ച അബ്ദുൾ ബഷീർ സാറിന്റെ വീടിന്റെ അടുത്താണ് എൻ്റെ വീടും. 2015 മാർച്ച് മാസം മുതൽ മൈലേജ് സ്റ്റൈൽ ബിസിനസ്സിലുണ്ട്. ഒരു പഴയ പട്ടാളക്കാരനാണ്. ആർമി ലൈഫിന് ശേഷമാണ് യാതൊരു മുൻകരുതലില്ലാതാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ 1 മാസത്തിലധികം ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്രയും താമസവും. അപ്പൊ അവിടെയൊക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് എടുക്കാൻ പോകണമെങ്കിൽ മിനിമം 400 കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്യണം ഒരു PUCയിലേക്ക് പോകണമെങ്കിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ബിസിനസ്, അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അവരോട് പറഞ്ഞു കേരളത്തിൽ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററിനെ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി പ്രത്യേക മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സ്റ്റേറ്റിലൊക്കെ ഇനി ഒരു 1-2 വർഷമൊക്കെ പിടിച്ചേക്കാം ഇത്തരം ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി. മറ്റു പല സ്റ്റേറ്റിൽ നിന്ന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഇന്ന് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ള സ്റ്റേറ്റിലാണ് ഇന്ന് നമ്മൾ അതിൽ തന്നെ ഓരോരുത്തരും റിസൾട്ടും അച്ചീവ്മെന്റും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കേൾക്കണം. കാരണം ഞങ്ങളൊന്നും കേൾക്കുന്ന സമയത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഞാനിത് കേൾക്കുന്നത് 2015 ഫെബ്രുവരി മാസത്തിലാണ്. എൻ്റെ അടുത്ത് ഈ പ്ലാൻ പറയുമ്പോൾ ആഴ്ച 2,10,000 എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ബ്ലോക്ക് വന്നത്. ശരിക്കും നോക്കൂ, ആഴ്ച 2 ലക്ഷം അല്ലെ മാസം 2 ലക്ഷം ഒക്കെ ലാഭം കിട്ടുന്ന കച്ചവടം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ അതിന് അവർ കോടികളും മുടക്കുന്നുണ്ട്. ശരിയല്ല? ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ട് പണമൊന്നും മുടക്കണ്ട, ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ജസ്റ്റ് ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമേ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷനോട് തുടങ്ങാം. 2017 ജൂൺ മാസത്തിൽ ദൈവാനുഗ്രഹത്താൽ എനിക്ക് 2,10,000 രൂപ. ആ സമയത്ത് നമ്മളിവിടെ തൊടുപുഴ വരുമായിരുന്നു. അന്ന് വേറൊരു ഹോട്ടലിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. നോസാർക്കിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വരും. അപ്പൊ ഈ പണം പ്രവർത്തിച്ചാൽ കിട്ടും, പ്രവർത്തിച്ചാൽ നന്നായി കിട്ടും. ഇവിടെ ഇന്ന് വന്നിരിക്കുന്നതിൽ പുതിയ ആൾക്കാരുണ്ടാവും, കുറേ വർഷങ്ങളായിട്ടോ കുറേ മാസങ്ങളായിട്ടോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത്തരം ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഈ ഫീൽഡ് എന്റെ പ്രൊഫഷന് യോജിക്കുന്നതാണോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇതൊക്കെ ലീഗലാണോ, അത്തരം കുറച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവില്ലേ? അത് മാറ്റുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ഡ്യൂട്ടിയുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടായാലും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആൻസർ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഇത്രയും ലീഗലായിട്ട് ജെന്യുവനായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി MILIS അല്ലാതെ മറ്റൊരു കമ്പനി. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ മിസ്റ്റേക്ക് മൂലം, തെറ്റിദ്ധാരണ മൂലം ആദ്യത്തെ 1-2 വർഷങ്ങൾ പാഴാക്കി കളഞ്ഞ വ്യക്തിയാണ്. ഞാനിത് കേൾക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ പാലായിൽ നിന്ന് പിന്നെ കണ്ണൂരേക്ക് കുടിയേറി പാർത്ത ഒരു മലയോര മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കുറച്ച് കൃഷിസ്ഥലമൊക്കെ ഉണ്ട്, 6 മക്കളുണ്ട്. ഞാൻ 5ാമത്തേതാണ്. എൻ്റെ അമ്മ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ശാസനാണ് വളർത്തിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഫാമിലിയാണ്, അക്കാഡമിക് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ബ്രദർ പാസ് ഔട്ട് ആയിട്ടുണ്ട്, PhD ഹോൾഡർ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ SSLCക്ക് ക്യാഷ് അവാർഡോട് പാസ്സായി. എൻ്റെ ആഗ്രഹം നല്ല കോളേജിലൊക്കെ അതിനുശേഷം അന്ന് +2 ഒക്കെ കേരളത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല കോളേജിൽ പഠിക്കണം എന്നൊക്കെയാണ്. പക്ഷെ 90കളിൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ വരുമാനം റബ്ബറും കുരുമുളകും തേങ്ങയും വല്ലാണ്ട് കൃഷിക്ക് വിലയിടുന്ന സമയത്ത് വീട്ടിൽ നല്ലപോലെ ബുദ്ധിമുട്ടായി. നാട്ടുകാർ കാണുമ്പോൾ ആസ്തിയുണ്ട്, കുറേ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ വരുമാനം ഒന്നുമില്ല. ജീവിക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ തുടർപഠനം എന്താണെന്നൊരു ആശങ്ക നിൽക്കുന്ന സമയത്ത് ഏറ്റവും മൂത്ത ബ്രദർ, ഇപ്പോൾ റിട്ടയർഡ് ആണ് അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നു. അദ്ദേഹം കണ്ണൂർ കന്റോൺമെന്റിലുണ്ട്. എന്നോട് പറഞ്ഞു, വിജോഷ് കൂട്ടാ നീ പട്ടാളത്തിലേക്ക് പോരാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ചത്താൽ ഞാൻ പട്ടാളത്തിലേക്ക്. എന്റെ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവനൊരു കമ്പനി എന്നുള്ള രീതിയിൽ 2000 25 വർഷം മുമ്പ് ഒരു റിക്രൂട്ട്മെന്റിന് പോയതാണ്. നിർഭാഗ്യവശാൽ അവനെ എടുത്തില്ല, എന്നെ വിളിച്ച് പട്ടാളത്തിലേക്ക്. 17ാമത്തെ വയസ്സിൽ പട്ടാളക്കാരനായതാണ്. സർക്കാർ ജോലി അറിയാൻ ലക്ഷങ്ങൾ ആൾക്കാർ ശ്രമിക്കുമ്പോൾ
കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നും അറിയില്ല, എനിക്ക് കിട്ടി. അവിടെ ചെന്നു. പിന്നെ 2001 ഒരു പാർലമെന്റ് അറ്റാക്ക് നടന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സമയത്താണ് എന്റെ ട്രെയിനിങ് കഴിയുന്നത്. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് രാജസ്ഥാൻ ബോർഡറിലേക്കൊക്കെ പോസ്റ്റഡ് ആയി. ആദ്യത്തെ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഫുൾ ശമ്പളം കയ്യിൽ കിട്ടുന്നത്. ഈ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ചാച്ചനോട് തലവേദനയാണ്. ഞാൻ പറയും, എന്റെ പൊന്ന് ചാച്ച, എനിക്ക് ഈ ജോലിയൊന്നും വേണം. ചാച്ചൻ പറയും, എന്ത് വെച്ചു? ഇവിടെ ഒരു ഫ്രീഡം ഇല്ല. രാവിലെ എപ്പോ എണീക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ഉണ്ണണം, ഇത് പറയാൻ ആൾക്കാരുണ്ട്. അപ്പൻ പറഞ്ഞു, മോനെ അതിപ്പോ സർക്കാർ ജോലി അല്ല, പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരാളുടെ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ശമ്പളം തരുന്ന ആള് പറയും നമ്മൾ എപ്പോ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ശരിയല്ലേ? അപ്പൊ അപ്പൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഫ്രീഡം ഒന്നും ഇപ്പൊ ഇല്ല. ശമ്പളം കിട്ടുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും. ഇപ്പൊ ട്രെയിനിങ് ആണ്, കുറച്ച് തല്ലൊക്കെ കിട്ടുന്നുണ്ടോ, അതുകൊണ്ട് കൊച്ചു പറയുന്നു ട്രെയിനിങ് കഴിഞ്ഞ് ശമ്പളം കിട്ടുന്ന പ്രശ്നമാണ്. അപ്പൊ അപ്പന്റെ മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് രാജസ്ഥാനിലെത്തി ഫുള്ള് ശമ്പളമാണ്. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം ഈ ശമ്പളം അങ്ങനെ തന്നെ മണി ഓർഡറായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അന്ന് ക്യാഷ് ആയിട്ടാണ് പൈസ കിട്ടുന്നത്. ഞാൻ ഈ പൈസ വാങ്ങി വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ കുറെ സീനിയറായ മിലിറ്ററിക്കാർ പലരും സംസാരിച്ചു. ഇതേപോലെ കുറച്ച് സീനിയറായ ഉദ്യോഗസ്ഥർ എന്റെ തോളത്തട്ടിൽ പറഞ്ഞു, കൂട്ടാ 1500 രൂപ മറിക്കാൻ. ആകെ കിട്ടുന്നത് 9,000 സംതിങ് ആണ്. ഇപ്പോഴാണ് 60-70 എത്തി. ഞാൻ അയാൾക്ക് കൊടുത്തു. പക്ഷെ കൃത്യം അടുത്ത മാസം അയാൾ തിരിച്ചു തന്നു. അടുത്ത മാസം വേറെ സാറ് ചോദിച്ചു, കൂട്ടാ 1500. എന്തിനാണെന്ന് ഇവരോട് ചോദിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. നമ്മൾ വളരെ ജൂനിയറാണ്. 6-7 മാസം കഴിഞ്ഞ് കുറച്ചൊക്കെ ഇവരുമായിട്ട് ബന്ധമൊക്കെ ഒക്കെ ആയിരുന്നു. ഞാൻ ചോദിച്ചു, സാറിന് എന്നെക്കാൾ നല്ല റാങ്ക് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലപോലെ ശമ്പളമുണ്ട്, പിന്നെന്തിനാ ഈ പൈസ എൻ്റെ അടുത്ത് ചോദിക്കും? അയാൾ എൻ്റെ തോളത്തട്ടിയിട്ട് പറഞ്ഞു, കൊച്ചു പോയൊരു കല്യാണമൊക്കെ കഴിക്കും, അപ്പൊ മനസ്സിലാവും കിട്ടുന്ന തികയുന്നുണ്ടോ ഇല്ലയോന്നുള്ള കാര്യം. ഈ ചിരിയിലും കയ്യടിയിലും ഇവിടുത്തെ 95% ആൾക്കാരെങ്കിലും കല്യാണം കഴിച്ചവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും ചില കണ്ണുകളിൽ ഞാൻ വിസ്മയം കാണുന്നു. കുറച്ച് കണ്ണുകളിൽ ഞാൻ വിസ്മയം കാണുന്നു. നിങ്ങളാരും പോയി എന്താണ് സാർ ഇത്രയും ചെലവ്? നമുക്ക് ശമ്പളം കിട്ടി കഴിഞ്ഞാൽ വീട്ടിലോട്ട് മാസം അയച്ചു കൊടുത്തിട്ട് വേണം പലചരക്കടയിൽ അവർക്ക് പച്ചു തീർക്കാൻ. പച്ചക്കറി കടയിൽ കണക്കുണ്ടാവും, പാൽക്കാരന് കൊടുക്കാനുണ്ടാവും, പത്രക്കാരന് കൊടുക്കാനുണ്ടാവും, മക്കൾ പഠിക്കുന്ന സ്കൂൾ ഫീസ് ഉണ്ടാവും, ചിലപ്പോൾ ട്യൂഷൻ ഫീസ് ഉണ്ടാവും, ഓട്ടോറിക്ഷയുടെ സ്കൂൾ ബസിന്റെ പൈസ കൊടുക്കാനുണ്ടാവും, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ, ഗ്യാസിന്റെ, ചിലപ്പോൾ വീടിന്റെ വാടക ഉണ്ടാവും, അല്ലെ വീടിന് ലോണുള്ള ആൾക്കാരുണ്ടാവും, വണ്ടിയുടെ ചെലവുണ്ടാവും, പിന്നെ വല്ലപ്പോഴും വരുന്ന ഹോസ്പിറ്റൽ ചെലവും ഷോപ്പിംഗ് ചെലവും. പൈസ വരാൻ ഞങ്ങൾക്ക് ഒരു വഴിയാണെങ്കിൽ ഇത് ചെലവാകാൻ ഒരു 100 വഴിയുണ്ട്. എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് മിച്ചമൊന്നും പൈസ ഉണ്ടാക്കുന്നുണ്ടോ വെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ള നല്ല വിഷയം, അതിൽ നിന്ന് എത്ര നീക്കി വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അവിടെ 20 വർഷമൊക്കെ ജോലി ചെയ്ത ആളെടുത്തും കാര്യമായിട്ട് നീക്കിയിരിക്കുന്നു. ഞാൻ അപ്പോഴേ വിളിച്ച് എൻ്റെ അപ്പനോട് പറഞ്ഞു, ചാച്ചൻ പറഞ്ഞതൊന്നും ശരിയാണെന്ന് തോന്നില്ല, ഇവിടെ 15 വർഷം 20 വർഷം അയാൾ സെറ്റ് ആയിട്ടില്ല, ഞാൻ രാജിവെക്കും. ചെന്നപ്പോൾ പോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രാജിവെക്കുക എന്നുള്ളത്. അപ്പൻ പറഞ്ഞു, മോനെ 15 വർഷം കഴിഞ്ഞാൽ നീ പെൻഷനാണ്, 32ാമത്തെ വയസ്സിൽ പെൻഷൻ വാങ്ങും, പിന്നെ പണി കൊടുക്കണ്ട. അപ്പൊ 32ാമത്തെ വയസ്സിന് ശേഷം ഒരു പണി എടുക്കാതെ പൈസ കിട്ടുന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. കാരണം 17ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ ലീവ് വരുമ്പോൾ ഇപ്പൊ എന്റെ പ്രതീക്ഷ ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ പട്ടാളക്കാർ ചുമ്മാ ചാടിയിരുന്നു, കാശുണ്ടാകും, ആസ്വദിക്കുന്നു, ജീവിതം ആസ്വദിക്കും. ഞാൻ നാട്ടില് തളിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ലീവിൽ വരുമ്പോൾ തളിപ്പറമ്പ് എനിക്ക് മുൻപ് റിട്ടയർ ആയ 28 വർഷം സർവീസ് ചെയ്ത ഒരു സാബ്, അതായത് ഞാൻ സാബ് എന്ന് വിളിക്കും, ഒരു പേരത്ത് കേരള പോലീസിന്റെ ഹോം ഗാർഡിന്റെ യൂണിഫോം വടി പിടിച്ചാൽ സാബത്ത് ഇവിടെ അയാൾ എന്താ കുഴപ്പം? മാധവ് നമ്പ്യാർ പയ്യന്നൂർ സിനിമയിൽ നിൽക്കുന്നുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ആ വന്നു, മോളെ കെട്ടിച്ചു, ഏതാണ്ടൊക്കെ തീരുമാനമായി പൈസ, ഇനി ഒരാളെ കൂടെ കെട്ടിക്കാനുണ്ട്. എനിക്ക് 3 പെൺമക്കളുണ്ട്. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥ മാധവൻ സാറിന് നമ്പ്യാർ സാറിന് ആൺകുട്ടികളെ ഓം വന്ന് വലിയൊരു വീട് വെച്ചു. ഞാൻ എല്ലാവരുടെ അവസ്ഥ ഒന്നും പറയുന്നില്ല, ഞാൻ പരിചയപ്പെട്ട ഞങ്ങളെ പോലെ സർവീസ് റിട്ടയർ ആയ ഏറെക്കുറെ മെജോറിറ്റി ലൈഫിൽ സർവീസിന് ശേഷവും വീണ്ടും ജോലി ചെയ്യേണ്ട വരുന്ന അവസ്ഥയാണ് നേരിട്ടുണ്ട്. ചിലപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം മൂലമായിരിക്കാം, ചിലപ്പോൾ വീടിന്റെ ആയിരിക്കാം, മക്കളുടെ കല്യാണമായിരിക്കാം, മറ്റു ചിലവായിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. ചില ആൾ എന്നോട് പറഞ്ഞു, ബിജോഷേ നമ്മുടെ കൗമാരവും യൗവനവും ഒക്കെ രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ചു, ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്.
EMI ഒന്നും ഇപ്പോഴും തീർന്നിട്ടല്ല അത്ര. ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ പോലുള്ള മിഡിൽ ക്ലാസ് മരിക്കുന്നവരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, മരിക്കുന്നവരെ EMI അടച്ചുകൊണ്ടിരിക്കും. ആർക്കൊക്കെയോ വേണ്ടി അധ്വാനിക്കുന്നവർ. എൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പഠനം നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻ അനുകൂലമായിരുന്നില്ല. അപ്പനോട് പറഞ്ഞു, ആശ എനിക്ക് വേണ്ട, എനിക്ക് രാജി പറഞ്ഞു. അപ്പൻ പറഞ്ഞു, മോനെ നിന്റെ അനിയത്തിയുടെ കൂടെ പഠിത്തം ഒന്നും ആയിട്ടില്ല, നിന്റെ പൊട്ട തീരുമാനം കാരണം അവളുടെ ലൈഫും കൂടെ പോകും. അങ്ങനെ ഞാൻ മിലിറ്ററിയിൽ മനസ്സിലൂടെ അന്ന് കണ്ടിന്യൂ ചെയ്തു. പിന്നെ തീരുമാനിച്ച് പഠിക്കാൻ പറ്റില്ല, പഠിക്കണം. അവിടെ ഇരുന്ന് വാശിക്ക് വീണ്ടും +2 ഒക്കെ എഴുതിയെടുത്ത് MBA വരെ മിലിറ്ററി ഇരുന്ന് തന്നെ പഠിച്ചത്. ഒരു വാശി. പ്രൊഫഷണൽ ആയിട്ടുള്ള ഹയർ എക്സാമിനേഷൻസ് മിലിറ്ററിയിലുണ്ട്, അതെല്ലാം നല്ലപോലെ പാസ്സായി. ആ പ്രൊഫഷണൽ പെട്ടെന്ന് റാങ്കുകളൊക്കെ കയറി നിൽക്കുന്ന സമയം. പക്ഷെ ഉള്ളിൽ രാജിവെക്കണം. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻ നോക്കിയാൽ ജാസിന് എതിർപ്പാണ്. ജാസിന് കട്ടൊക്കെ എതിർക്കും. ജാസിന് 2014 മരിച്ചുപോയി. ഞാൻ ഒറ്റത്തടി. പിന്നെ ആരോട് ചോദിക്കാനും പറയാനും ഇല്ല. രാജിക്കത്ത് പട്ടാളത്തിൽ കൊടുത്തു. അത്ര പെട്ടെന്നൊന്നും ആർമിയിൽ നിന്ന് രാജി സമ്മതിക്കില്ല. കാരണം അത്രയും നമ്മൾ ട്രെയിൻഡാണ്, അത്യാവശ്യം നല്ല പോസ്റ്റുണ്ട്. 2013 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാജി വെച്ച് നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ 2 വർഷം കൂടെ തുടർന്നിരുന്നെങ്കിൽ മരിക്കുന്നവരെ പെൻഷൻ കിട്ടുക. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുക. അത് രാജിവെച്ച് നാട്ടിലേക്ക് പോകും. ഒരു ആന മണ്ടത്തിന് തീരുമാനമാണെന്ന് എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. പക്ഷെ ഒരു ദിവസം എൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം ലൈഫ് നമുക്ക് ഒന്നേ ഉള്ളൂ. നാട്ടിൽ വന്നു, സ്വന്തം ഒരു ബിസിനസ് ആയിരുന്നു ആദ്യ സ്വപ്നം. നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങുമ്പോഴല്ലേ അറിയുന്നത്, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇനി ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന എല്ലാം ഒന്നും ലാഭത്തിലും ആവുന്നില്ല. വലിയ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമുള്ള വലിയ തുകയൊന്നും കരുതിയിട്ടല്ല ഞാൻ വരുന്നത്. ദിവസം തോറും ഇത് കുറഞ്ഞു വന്നു. കയ്യിലുള്ള പണത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇങ്ങോട്ട് വരവൊന്നുമില്ല, ഓക്കെ ഉള്ളൂ. വൈഫ് ഒരു നേഴ്സാണ്. അപ്പോൾ അവളും പറഞ്ഞു, വിജോഷേട്ടാ നമ്മൾ സർക്കാർ ജോലി കളഞ്ഞിട്ട് നെക്സ്റ്റ് ബിസിനസ് സെറ്റ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവസരം എവിടെയുണ്ടാവും, കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും അവൾ IELTS എഴുതി, ടോപ്പ് ബാൻഡോടുകൂടി പാസ്സായി. ഇവിടെ തന്നെ വന്നിട്ടാണ് പഠിച്ചത്, ദർശൻ അക്കാഡമി കോട്ടയത്ത്. അന്ന് നല്ല ആകെ ഒരു 14 ദിവസം ക്രാഷ് കോഴ്സിന് വന്നു, നല്ല ബാൻഡോടെ പാസ്സായി. അപ്പോൾ ഇന്നത്തെ പോലെ ഒരു കുറച്ച് ടൈറ്റുള്ള സമയമല്ല, അന്ന് കാനഡ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ കൂടുതലാണ്. ഞങ്ങൾ മനസ്സിലായി, മിനിമം ഒരാൾക്ക് ഒരു 3-3.5 ലക്ഷം രൂപയെങ്കിലും സാലറി കിട്ടും. 2 പേരോട് പോവാണെങ്കിൽ 2 പേർക്ക് നല്ല സാലറി കിട്ടും. ജീവിത സ്ഥലമുണ്ട്, എന്നാലും നല്ലൊരു സേവിങ്സ് നോക്കാൻ പറ്റും. അതിനുവേണ്ടി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കുന്ന സമയം. അപ്പോൾ രാജിവെച്ച് വരുമ്പോൾ നാട്ടുകാർ മൊത്തം കളിയാക്കുമായിരുന്നു, കുടുംബക്കാർ കളിയാക്കുമായിരുന്നു. പക്ഷെ കാനഡ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനും ഓക്കെ, ഈ ലൈഫ് സെറ്റായി. 2-2.5 വർഷം കഴിയുമ്പോൾ കാനഡയിൽ പോകാം, സെറ്റിൽ ആകാം, സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ ഉണ്ട്, ഷെയർ മാർക്കറ്റിൽ. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റെ അടുത്ത് നിന്ന് ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ആ നാട്ടിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അവിടുത്തെ മേഖല ട്രഷറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജോഷ് ഫ്രീ ആണ്, നാളെ പോകാം, ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബെനിച്ചയുടെ ബിസിനസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നാട്ടിൽ ചെയ്യാൻ പറ്റൂല, പണമില്ല. ഞാനത് കാനഡയിൽ പോവാണ്, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വരും, അതിനുശേഷം ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് തുടങ്ങിയിട്ട് പൊക്കോടാ, ഇത് കാനഡയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. അതെന്ത് ബിസിനസ്സാണ്? അതൊരു ഇ-കൊമേഴ്സ് ബിസിനസ്സാണ്. ഇത് എവിടെ കിട്ടും? അയാൾ പറഞ്ഞു, നാളെ ജൂനിയർ ചേംബർ JCIയുടെ ഹാളിൽ രാവിലെ 10 മണിക്ക് വന്ന മീറ്റിംഗ് ഉണ്ട് അവിടെ. ഞാൻ 9:45 ഫസ്റ്റ് ചേർന്ന് സാറിന് ഒറ്റയില്ല. കാരണം ലേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മളെ ഒന്നും കൂട്ടിയില്ലല്ലോ. കാരണം കാനഡയിൽ പോയിട്ടാണെങ്കിൽ നല്ലൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യാം. 10 മണി 10:30 11 മണിയായി. ഞാനല്ലാതെ ഒറ്റ മനുഷ്യൻ ആ ഹാളിലേക്ക് വന്നു. 10:45 കസേര ഇട്ടിട്ട് ലാസ്റ്റ് മീറ്റിംഗ് വെച്ച് ചങ്ങായി പിന്നെ എന്നെ വിളിച്ചയാൾ, ഈ 2 പേരും പുറത്തുനിന്ന് 2 പേര് വന്നിട്ട് അവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ പറഞ്ഞു, നമുക്ക് സംസാരിക്കും. അപ്പൊ ഞാനിങ്ങനെ വാരൻ ബഫറ്റിനെ പോലെയോ സ്റ്റീവ് ജോബ്സിനെ പോലെയോ എന്തോ വലിയൊരു ഇ-കൊമേഴ്സ് ബിസിനസിന്റെ വാതായനം തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവർ ആ ടീപ്പോയിലോട്ട് ചെറിയൊരു കുപ്പി എടുത്തു വെച്ചു. ആ കുപ്പിയല്ല, ഇതുകൊണ്ട് വീട്ടു നല്ല പൈസ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പാറയെ തുറന്നതിന് ഒരു സോപ്പും പേസ്റ്റും വെച്ചിട്ട് പറഞ്ഞു, ഇതും കൂടെ വെച്ചോ അങ്ങനെ ലാഭം. 10 പൈസ കാശുണ്ട. എനിക്ക് വന്ന കാര്യം കണക്കില്ല. ഞാൻ ബെനിച്ചനെ വിളിച്ചു, ഇത് വിൽക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ബെനിച്ചനെ പറഞ്ഞു, നീ വിൽക്കാൻ ആളെ വെച്ച് വിൽപ്പിച്ചാൽ. ഞാൻ അദ്ദേഹത്തോട് വിൽക്കാൻ വിൽപ്പിക്കാനെന്ന് ഞാനില്ല ബെനിച്ചേട്ടാ, നിങ്ങൾ എന്നോട് എന്തോ ഓൺലൈൻ ബിസിനസ് കാനഡയിൽ ചെയ്യാന്നല്ല പറഞ്ഞു. അവരോട് പറയും നിശാന്തമായിരിക്കും. അങ്ങനെയാണ് ഈ പ്ലാൻ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ പ്രസന്റേഷൻ ഇങ്ങനെ ഒന്നൊരു വെള്ള പേപ്പറിൽ അവരൊരു മുട്ടയിട്ടു. എന്നോട് പറഞ്ഞു, വിജോസ് ഇതാണ് നിങ്ങൾ കൂടെ വരയിട്ടു 10,000
ഇവിടെ 1200. അപ്പൊ ഞാൻ നിർത്തുന്നത് എന്താണ് 10,000 നിങ്ങളുടെ ഓർഗനൈസേഷൻ 10,000 BV വരും, ഓർഗനൈസേഷൻ 2 10,000 BV. ഞാൻ പറഞ്ഞു ഒരെണ്ണം വീട്ടിലുള്ളതിന് എനിക്ക് ആവശ്യമില്ല. ഇത് അത്തരം BV അല്ല. നമ്മൾ 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 100 രൂപ സാധനം കിട്ടും, കുറച്ച് BV ഫ്രീ ബോണസ് പോയിന്റ് ആണ്. ഇത് മാച്ച് ചെയ്യുന്നതനുസരിച്ച് ക്യാഷ് കിട്ടും. അപ്പൊ ഒരു സുഖമുണ്ട്. ആഴ്ച 1000 രൂപ നല്ലതല്ലേ, മാസം ഒരു 4,000 രൂപ. പക്ഷെ ഈ ചെന്നൈ വരെ നിർത്തണ്ടേ, മാസം 20,000, മാസം 50,000, അതായത് ആഴ്ചയിൽ 50,000, പിന്നെ മെല്ലെ ആഴ്ചയിൽ 1,00,000. എനിക്ക് മനസ്സിലായി നടക്കും. ആഴ്ചയിൽ 2,10,000 കഴിഞ്ഞ് വേണം പറഞ്ഞു ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ആഴ്ചയും. ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചെന്നൈ നമ്മൾ വീട്ടിൽ. ഞാൻ നേരെ ബെന്നിച്ചേട്ടനോട് ചോദിച്ചു, ബെന്നിച്ചേട്ടാ ഉള്ളത് പറഞ്ഞു. എനിക്ക് 5 പൈസ കിട്ടിയിട്ടില്ല. എന്തായാലും ചോദിച്ചോ ഉള്ളത് പോലെ. അപ്പൊ വേറെ 2 പേരാണുള്ളത്. ഞാൻ അടുത്ത് ഈ 2 പേരെ എനിക്ക് പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്നു. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു വേറെ ഇഷ്ടം. അദ്ദേഹം പറഞ്ഞു ഞാൻ കൂത്തുറമ്പെന്നാണ്, കാര്യം നാടൻ ഭാഷയല്ല പറയാം. പക്ഷെ എന്താണ് നിങ്ങളുടെ ഫീൽഡ്? അദ്ദേഹം പറഞ്ഞു ഞാനൊരു ലോറി ഡ്രൈവറാണ്, ഈ ബിസിനസ് ഒക്കെ. നിങ്ങൾ അവിടെ നിൽക്കും. കാരണം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം 7ാം ക്ലാസ് വരെയും വിദ്യാഭ്യാസം. അപ്പൊ എനിക്കൊരു ജാട, ഇയാളോടൊക്കെ എന്ത് ചോദിക്കാൻ. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു എന്നോട് ചോദിക്കും. ഞാൻ അപ്പൊ അദ്ദേഹം വയനാടുകാരനാണ്, ഒരു പ്ലാനറായിരുന്നു. അതിനുശേഷം പിന്നെ പ്ലാന്റേഷനൊക്കെ നഷ്ടമായി, ടാക്സി ഡ്രൈവർ. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു 2,10,000 രൂപ കിട്ടുന്നുണ്ട്. അയാൾ കോൺഫിഡൻസ് പറഞ്ഞു 2,10,000 കിട്ടും. ഞാൻ ചോദിച്ചു 2,10,000 കിട്ടുന്നുണ്ടോ? ആ സാറേ 2,10,000 കിട്ടും. ഞാൻ ചോദിച്ചു അല്ല മാഷേ കിട്ടുമോന്നല്ലേ ചോദിക്കുന്നത്, കിട്ടുന്നുണ്ടോ? അയാളൊരു കുസലില്ലാതെ പറഞ്ഞു ഇപ്പോൾ 1,000 രൂപ ആഴ്ച കിട്ടും. കണ്ണൂർ അന്ന് മലയോര ഗ്രാമമായ കരുവഞ്ചാൽ വരെ വയനാട് നീ കാർ ഓടിച്ചു വന്ന് തിരിച്ചു പോകണം, മിനിമം 3,000 രൂപ കണ്ണ അടിക്കണം. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു നിങ്ങളെന്ത് മണ്ടനാണ്, ഇതെന്തെന്ന് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം എന്നോട് വാക്ക് പറഞ്ഞു, ഈ കമ്പനി ഒരാൾക്കെങ്കിലും 2,10,000 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അന്ന് എനിക്ക് ബിസിനസ് പ്ലാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരാണ്. ഇന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ മിസ്റ്റർ MS പ്രസാദ്. ഒപ്പം എത്തിയിരുന്ന 7ാം ക്ലാസ് ലോറി ഡ്രൈവറാണ്. ഇന്ന് അപ്കമിംഗ് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് 2,10,000 എന്തിനു പറഞ്ഞു അവിടെ വന്നിരുന്നത് അല്ലേ? നല്ല അച്ചീവർ ആയിട്ടല്ലേ നിങ്ങൾ അവരെ കണ്ടേ? ഞാൻ കാണുമ്പോൾ അവർ ആഴ്ചയിൽ 1,000 രൂപ വാങ്ങുന്നവരായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യം കുറച്ചാളൊക്കെ അവരെ പരിഗണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ അങ്ങനെ തന്നെ ആളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബെന്നിച്ചേട്ടൻ കുറെ നേരം എന്നാലും നീ അങ്ങനെ ഒരു എനിക്ക് വേണ്ടി ഈ പരിപാടി. പിന്നീട് അവർ വീണ്ടും വന്നെ കണ്ടു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഏതായാലും ഈ സോപ്പും പേസ്റ്റും ഒക്കെ ഞാൻ ക്യാൻറ്റീനിൽ പോയി വാങ്ങാൻ ഡിസ്കൗണ്ട് കിട്ടും. ശരി, നമ്മളെല്ലാവരും കുറിച്ചിട്ടൊക്കെ തന്നെ എനിക്ക് തോന്നിട്ടുണ്ടാവുക അല്ലേ? ഞാൻ തെലുങ്കാനയിലെ ബിസിനസ് മീറ്റിംഗ് ഈ ചോദ്യം അങ്ങനെ ചോദിക്കാറൊന്നും ഇവിടെ ചോദിക്കാറല്ലേ. ഏതായാലും ഏതെങ്കിലും കമ്പനിയുടെ സോപ്പ് വാങ്ങണം, ഏതായാലും ഏതെങ്കിലും കമ്പനിയുടെ പേസ്റ്റ് വാങ്ങണം, ഏതായാലും ഏതെങ്കിലും കമ്പനിയുടെ ഷാമ്പു വാങ്ങണം. ഏതായാലും എവിടെയോ പൈസ കൊടുക്കുന്നുണ്ട്, അതിന് പകരം ഒരു സ്ഥലത്ത് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, ലൈഫ് ടൈം ഡിസ്കൗണ്ട് കിട്ടും, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെങ്കിൽ പിന്നെന്താണ് നഷ്ടം? ഞാൻ നഷ്ടമില്ല. ഈ ബിസിനസ് ചെയ്താലും ഇല്ലെങ്കിലും സോപ്പ് വാങ്ങേണ്ട ആളാണ്, ഇത് വാങ്ങി നോക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ മറ്റേ സംഭവം ഉള്ളിൽ കയറി. ഞാൻ എന്റെ വെൽഫെയറുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞു, അളിയ ഒരു അടിപൊളി പരിപാടി വന്നിട്ടുണ്ട്, പട്ടാളമല്ല രാജിവെച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് പോലെ ഒരാഴ്ച 2,10,000. അവിടെ നിന്ന് വന്ന മറുപടി ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ പോകുന്ന. പിന്നീട് നാട്ടുകാരോട് പറഞ്ഞു നോക്കി, എല്ലാവരും കളിയാക്കി. കുറച്ച് ആൾക്കാർ പറഞ്ഞു പക്ഷെ നീ മിലിറ്ററിയിലാണ് ഈ കാര്യങ്ങൾ അറിയില്ലാത്തത്, ഇങ്ങനത്തെ പലതും വന്നിട്ടുണ്ട്, ഇതൊരു 6 മാസത്തിനപ്പുറം പോകില്ല. പിന്നെ എനിക്ക് പേടിയായി, വർഷങ്ങളോട് യൂണിഫോം ഇട്ടതാണ്, ലീഗൽ അല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. അത് ഇന്നും പോളിസി അങ്ങനെയാണ്. രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന പണം മതി, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹമില്ല. ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ഞാനും പഠിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പലതരം ബിസിനസ് ഉണ്ടായിരുന്നു, ഇവിടെ റെഗുലേറ്ററി ബോഡി ഉണ്ടായിരുന്നില്ല, നിയമം ഉണ്ടായിരുന്നില്ല. പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് 2012-13 മുതൽ ഗൈഡ് ലൈൻസ് ഇറക്കി തുടങ്ങി. പിന്നീട് 2015 സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ആക്ട് പാസ്സാക്കി. പിന്നീട് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ,
ഘട്ടം ഘട്ടമായിട്ട് വന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ ഈ ബിസിനസ് വന്ന് ഇപ്പൊ ഇതാ കഴിഞ്ഞ ഫെബ്രുവരി 19 ഓണറബിൾ ചീഫ് മിനിസ്റ്റർ തന്നെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ ഒരു ഞാൻ ഈ മേഖലയായിട്ട് യൂണിയനിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ ഇതൊന്ന് ജനുവനായി കാണുന്ന ആഗ്രഹമുണ്ടായി. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലീഗലാണ്, ജനുവനാണ്, പക്ഷെ പൈസ കിട്ടുന്ന ഒരു വിശ്വാസമില്ല. കാരണം ഈ ചങ്ങായിമാർക്ക് 1000 ഒക്കെ കിട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ ഇതേപോലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്രൗൺ ഡയമണ്ട് മിസ്റ്റർ മുബീൻ മുഹമ്മദ്. ഞാൻ അന്ന് 2015 മുബീൻ സാറിനെ കാണുമ്പോൾ മുബീൻ സാറിന് എല്ലാ ആഴ്ച 2,10,000 കിട്ടുന്നുണ്ട്. ഞാൻ മുബീൻ സാറിനെ കാണുമ്പോൾ മുബീൻ സാറിനെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അദ്ദേഹം മലേഷ്യ 1 മാസം ഫാമിലിയായിട്ട്, സിംഗപ്പൂരിൽ, സൗത്ത് ആഫ്രിക്കയിൽ, സ്വിറ്റ്സർലൻഡിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, കഴിഞ്ഞ മാസം ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ്, കഴിഞ്ഞ മാസത്തെ വരുമാനം 25 lakhs. അതായത് ഒരു മാസമായിട്ട് ആള് മറ്റൊരു രാജ്യത്ത് ടൂറാണ്, അപ്പോഴും പണം കിട്ടുന്നുണ്ട്. അന്നാണ് ഞാൻ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ഡയറക്റ്റ് സ്പോൺസേഴ്സ് ഒന്നും ഈ ബിസിനസ് ഇന്നില്ല. പക്ഷെ ഞാൻ തീരുമാനിച്ചു, ജീവിതത്തിൽ ഇനി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈലേജ് ബിസിനസ് മാത്രമാണ്. കാനഡയിൽ പോകുന്നവരെന്ന് ചെയ്ത് സെറ്റാണെന്ന് ആഗ്രഹമുള്ളൂ. 2.5 വർഷം സമയമുണ്ട്. അങ്ങനെ ചെയ്ത് ZTC സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് വരെ പാർട്ട് ടൈമറായിട്ട് എത്തി. ആ സമയത്താണ് അന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോമകുമാർ സാർ, പ്രസാദ് സാറിനെ പോലുള്ള ലീഡേഴ്സ് ആഴ്ച 2,10,000 ആദ്യം ഒന്ന് വാങ്ങിച്ച് തെളിയിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, അവരോടൊപ്പം കോഴിക്കോടുള്ളൊരു അധ്യാപകൻ സത്യൻ മാസ്റ്റർ അദ്ദേഹം വാങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഒരു ടാക്സി ഡ്രൈവർ ആയ പ്രസാദ് സാറിനോ, ലോറി ഡ്രൈവറായ സോമകുമാർ സാറിനോ, അല്ലെങ്കിൽ അധ്യാപകനായ സത്യൻ മാസ്റ്റർക്കോ ഈ കമ്പനിയിലൂടെ 2,10,000 വാങ്ങാൻ പറ്റുമെങ്കിൽ പ്രവർത്തിച്ചാൽ നമുക്ക് പറ്റും. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിനോടൊപ്പം, ഞാൻ ടീമിന്റെ പേരെന്ന് പറയുന്നത് ഒരു മര്യാദയല്ലെന്ന് എനിക്കറിയാം, ആ ഒരു സിസ്റ്റത്തിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിനോടൊപ്പം പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയുടെ മൈലേജ് സ്റ്റേറ്റിന്റെ അപ്ലൈ ലീഡേഴ്സിനെ ഫോളോ ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. 2017 ജൂൺ 9 ആയപ്പോഴത്തേക്ക് തന്നെ 2,10,000 രൂപ ഇങ്ങനെ കണക്ക് കൂട്ടരുത്. അതങ്ങനെ ഒരു പ്രാവശ്യം കിട്ടി, പക്ഷെ കിട്ടുമെന്ന് മനസ്സിലായി. എന്റെ വൈഫ് ഫേസ്ബുക്കിൽ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടു. ഇപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ കിട്ടിയ കാര്യം, ഇത് ഇങ്ങനെ കിട്ടിയെന്ന് പറയാനൊരു മടി. അപ്പൊ എന്റെ വൈഫ് ഫേസ്ബുക്കിൽ കൺഗ്രാറ്റ്സ് ഡിയർ വിജോഷ് ചേട്ടാ എന്ന് പറയുന്നത് ഈ പോസ്റ്റർ ഇട്ടു. എന്റെ മിലിറ്ററിയിലുള്ള ചങ്ങായിമാരിൽ കണ്ടു. അവൻ ആ ഫോട്ടോ എടുത്ത് കോപ്പി ചെയ്ത് വാട്സാപ്പിൽ തിരിച്ചിട്ട് പറഞ്ഞു, അല്ല നിന്റെ ഫോട്ടോയുടെ താഴെ 21,000 അല്ല 2,10,000. അതിന് എന്താ സംഭവം? ഞാൻ പറഞ്ഞു, ബ്രോ കഴിഞ്ഞ ആഴ്ചയിലെ വരുമാനമാണ്. അനന്തരം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് 500-ലധികം ആർമി പേഴ്സണൽ എന്നോടൊപ്പം സജീവമായി അതിൽ 2 നാഷണൽ ടീം കോർഡിനേറ്റേഴ്സും 2 റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സും 6 സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സും ഉണ്ട്. പക്ഷെ അവർ കടന്നു വരാൻ വേണ്ടി ഞാൻ 2,10,000 വാങ്ങി തെളിയിക്കേണ്ടി വന്നു. ഞാൻ ഈ പറഞ്ഞത് ഈ ബിസിനസ് കുറച്ചു കാലമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ, പുതിയ ആൾക്കാർക്ക് വേണ്ടി. അതായത് ചിലപ്പോൾ നിങ്ങളെ ആൾക്കാർ പരിഹസിച്ചേക്കാം, ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കളിയാക്കിയേക്കാം, ഇത് നടക്കില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇത് നടക്കില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരൊക്കെ നമ്മുടെ വീട്ടില് അടുപ്പ് പുകഞ്ഞില്ല സഹായിക്കാൻ വരുമൊന്നുമില്ല, അതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ, വിജയിച്ച് കാണിക്കുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ നിലവിലെ പ്രവർത്തിച്ചു തുടങ്ങി ചെറിയ അച്ചീവ്മെന്റ്, ഒരു കാറൊക്കെ വാങ്ങിച്ച് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ബിസിനസ്സിലേക്ക് വന്നാണ്. സത്യം പറഞ്ഞ ബൈക്കിന്റെ ലൈസൻസ് ഇപ്പോഴും ഇല്ല. ഒരു കാർ, മാരുതിയുടെ കാറിൽ തുടങ്ങി മെല്ലെ സ്കോഡയിലേക്ക് കടന്നു, ജീപ്പ് കോമ്പസിലേക്ക് കടന്നു, ഇപ്പോൾ ടയോട്ടയുടെ ഒരു ഹൈക്രോസ്, ഇന്നോവ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാട്ടിൽ തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുണ്ട്. ഓഹരി വിപണിയിൽ പണ്ടേ ഇടപെടുന്ന ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് താല്പര്യമുണ്ട്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ മാന്യമായ നിക്ഷേപമുണ്ട്. തരക്കേടില്ലാത്തൊരു വരുമാനം, വലിയ വരുമാനം ഞാൻ പറയുന്നില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു വരുമാനം. 10 വർഷമായിട്ട് കളർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ല ഇപ്പോൾ ഈ ഇത് പോയി. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കുന്നു, അവരെന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ 10 കോടി ബിസിനസ് കോടി മാച്ച് ചെയ്തു. അത് ഇപ്പോഴല്ല, 2022 മാച്ച് ചെയ്തതാണ് 10 കോടി. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ബിസിനസ് ഒരു കടലാണെങ്കിൽ, സമുദ്രമാണെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു സ്പൂണിൽ പോലും എടുത്തിട്ടില്ല. ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോകണം ആഗ്രഹമുണ്ട്. ഈ ബിസിനസ്സിൽ 1% പോലും പ്രവർത്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാനുണ്ട്.
ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള രാജ്യത്ത്, ആ രാജ്യത്തിന് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനത്താണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് കേട്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ആരാണോ നിങ്ങളെ ഈ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചത് അവർക്ക് മനസ്സിലായ ഒരു നല്ല കാര്യം, ഒരുപക്ഷെ അവർ നേരിട്ട് പറഞ്ഞാൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അവർക്ക് മനസ്സിലായ ഒരു നന്മ പങ്കുവെക്കാനാണ് നിങ്ങളെ ഈ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചത്. അവർക്ക് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാമെന്നാണ്. അവരോടൊപ്പം ഇരിക്കുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ബാക്കി നമ്മൾ എല്ലാവരും ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്. മൈ ലൈഫ് സ്റ്റൈൽ ഒരു കുടുംബമാണ്. നമ്മുടെ ഇവിടെ വലിയ സാന്നിധ്യമുള്ള അപ്കമിങ് WTC ലീഡർ IIT ബിജു മാത്യു സാർ, എനിക്കൊരു അദ്ദേഹത്തിനൊക്കെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ ആവേശം ഉൾക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. സോ ഇവിടെ ഇന്ന് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഞാൻ ഈ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടെന്ന് കരുതരുത്. റെക്സോണ തേച്ച് കുളിക്കുന്നത് മാറ്റി ഓണാൻകൊണ്ട് കുളിക്കും. സെൻസോഡൈനോ അല്ലെ ക്ലോസപ്പ് മാറ്റി തേക്കുന്നതിന് പകരം ഇത്രേ ഉള്ളൂ. ബ്രാൻഡ് ചെയ്യുന്നതിന് കഷ്ടപ്പാട് അല്ല, അതൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് എ ലീഗൽ ജെനുവിൻ എത്തിക്കൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. 2015 ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ കാരണം നഷ്ടമില്ല എന്നുള്ളതുകൊണ്ടാണ്, വേറെ കാരണമൊന്നുമില്ല, നഷ്ടമില്ല. പക്ഷെ 2017 കാനഡയ്ക്ക് പോകണം, മൈലേജ് ചെയ്യണം എന്നുള്ള സമയത്ത് യെസ് ഓർ നോ അപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ കാരണം നഷ്ടമില്ല എന്നുള്ള കാരണം കൊണ്ടല്ല, ഇതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, കുറച്ച് വർഷം സമയം ചെലവഴിക്കുകയാണെങ്കിൽ നാളെ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതമാവുമെന്ന് നോമിനേഷൻ ഫെസിലിറ്റി എന്നെ നന്നായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. വലിയ സാധ്യത ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഒരിക്കൽ ഈ ബിസിനസ്സിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോയിട്ട്, ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഷിജൻ സി നായർ സാറിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ആള് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ വൈഫ് യമുന മാഡം ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന്റെ ആദ്യകാലങ്ങളിൽ അവർ വലിയ സപ്പോർട്ടൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് മാഡത്തിന്റെ സപ്പോർട്ട് ഉണ്ട്. അദ്ദേഹം ബിസിനസ് ചെയ്തു, ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററായി, ഡയമണ്ടായി. ആളിൽ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു, മരിച്ചിട്ട് 4 വർഷമായി. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് 25-30 ലക്ഷം രൂപ യമുന മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് മൈലേജ് എല്ലാ മാസം. ഷിജൻ സി നായർ സർ ഒരു പട്ടാളക്കാരനായിട്ടാണ് മരിച്ചിരുന്നതെങ്കിൽ 35,000 രൂപ പെൻഷൻ കിട്ടിയതിന് ഷിജൻ സി നായർ സർ മരിച്ചത് MI ലൈഫ് സ്റ്റൈലിന്റെ ഡയമണ്ട് ആയിട്ടാണ്. 35 ലക്ഷമാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റാങ്ക് ഡയമണ്ട് ആണെങ്കിൽ, മരിച്ചതിന് ശേഷം റാങ്ക് ഒന്നുകൂടെ കൂടി ഇന്ന് അദ്ദേഹം കമ്പനിയുടെ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് റാങ്ക്. നിങ്ങൾക്ക് തീരുമാനിക്കാം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. നല്ലതാണെങ്കിൽ കൈപിടിച്ച് ഒപ്പം നിന്ന് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര എനിക്കും പറയാനുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ നല്ല വൈദ്യപ്പിയാണ്. ഞാൻ ഇതേപോലെ ഒരു മീറ്റിങ്ങിന് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചേട്ടൻ, അത് ഇവിടുന്ന് തന്നെ തിരുവിതാംകൂർ മേഖലയാണ്, ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്റെ ക്ലാസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടാ, പക്ഷെ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ? എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കെന്താ എന്റെ ചാച്ചന്റെ കാര്യം ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തോട് കേട്ടാ നമുക്ക് ഒരു മിനിറ്റ് സംസാരിക്കണം. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ സ്കൂളിൽ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ ഉന്നത പഠനത്തിന് പോകണം. ഇപ്പൊ നമ്മൾ കീമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, റിസൾട്ട് 2 പ്രാവശ്യം നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി ചിലപ്പോൾ 2500 റാങ്ക് വരെ ചിലപ്പോൾ ഡയറക്റ്റ് മെഡിക്കൽ സീറ്റ് കിട്ടിയേക്കാം. 501 ആണെങ്കിലോ ഒരു റാങ്ക് കൂടെ മുകളിലാണ്, ആ കാറ്റഗറി വരുന്നില്ലെങ്കിലോ ആ കൊച്ചിന് ഡോക്ടറാണ് എത്ര മുടക്കണം നമ്മുടെ നാട്ടിൽ അല്ലേ? ഒരു മധ്യവർഗ കുടുംബത്തിന് മകൻ ആഗ്രഹമുണ്ടെങ്കിലും മകൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികൾ ഡോക്ടർ ആവാത്തത് കുട്ടികൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? കുട്ടികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? നമുക്ക് പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നിങ്ങൾക്ക് സ്വപ്നമില്ലായിരിക്കും, നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവും. ഒരുപക്ഷെ ഏട്ടനോട് പറയുമ്പോ നിങ്ങളെ അത് നടത്തി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെ കണ്ണു നിറഞ്ഞാലെന്ന് പേടിച്ചിട്ട്, നിങ്ങളെ നെഞ്ചുറിയാലോ ഉള്ളുപടഞ്ഞാലെന്ന് പേടിച്ചിട്ട്, തല കുനിഞ്ഞാലെന്ന് ബുദ്ധിമുട്ടിയിട്ട് ആ കൊച്ച് മിണ്ടാത്തതായിരിക്കും, സ്വന്തം സ്വപ്നം കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ ശക്തമായി ഏറ്റെടുക്കാൻ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ പേടിക്കേണ്ട. 50 വർഷം കഴിഞ്ഞാലും
MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ഉണ്ടാവും. അങ്ങനെ ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനം ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചതിന് പ്രോത്സാഹിപ്പിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ജയ് ഹിന്ദ്, ജയ് മലയാളി.